കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പുക. കാഷ്വാലിറ്റി ബ്ലോക്കിലെ 6ാം നിലയിലാണ് പുക ഉയർന്നത്. രോഗികളെ മാറ്റുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതുപോലെ അത്യാഹിത വിഭാഗത്തിന് സമീപത്തുള്ള UPS റൂമിൽ തീ പിടിച്ച് വലിയ പുക ഉണ്ടാവുകയും രോഗികളെല്ലാം അവിടുന്ന് മാറ്റുകയും ചെയ്തിരുന്നു. വലിയ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അടക്കം പരിശോധന നടത്തിയതിൽ UPS മുറിയിലുണ്ടായ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നടക്കമുള്ള വിശദീകരണങ്ങൾ വന്ന് 2 ദിവസം തികയും മുമ്പ് ഇതാ വീണ്ടും കാഷ്വാലിറ്റിയിൽ പുക എന്ന വാർത്ത വരുന്നു. ഷഹദ് റഹ്മാൻ നമ്മോടൊപ്പം ചെയ്തു. ഷഹദ്, നേരത്തെ തീപിടുത്തം ഉണ്ടായതിന് സമീപം തന്നെയാണോ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് തന്നെയാണോ? സുഹൈല്, അതായത് ആ ബ്ലോക്ക് അത് തന്നെയാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നത് താഴത്തെ നിലയിലുള്ള ഈ പുക മറ്റിടങ്ങളിലേക്ക് പകരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ 6ാം നിലയിലാണ് ഇത്തരത്തിൽ പുക ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയും രോഗികളുണ്ട്. ആ രോഗികളെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. സമാനമായ രീതിയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഈ പുക ഉയരുകയും പിന്നീട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് UPS-ൽ ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ പുക ഉയരാൻ കാരണം എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിൽ അല്ലെങ്കിൽ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. മാത്രവുമല്ല, പഴയ കാഷ്വാലിറ്റിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ രോഗികളൊക്കെ വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയും ഒക്കെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ ബദലായിട്ട് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ പുതിയ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റുകയും അതുപോലെ തന്നെ ഉപകരണങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അതേ കെട്ടിടത്തിൽ തന്നെ 6ാം നിലയിൽ ഇത്തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഒരു വാർത്ത കൂടി അറിയിക്കുന്നു. വയറിന് തീപിടിച്ചു എന്നാണ്. അതായത് ഇലക്ട്രിക്കൽ വയറിന് തീപിടിക്കുകയായിരുന്നു എന്ന നിഗമനം അല്ലെങ്കിൽ സംശയം ഇപ്പോൾ വരുന്നുണ്ട്. രാഹുൽ കൂടി നമ്മോടൊപ്പം ചെയ്തു. രാഹുൽ സുരേഷ്, നേരത്തെ ഈ ബാറ്ററി സ്ഥാപിച്ച അല്ലെങ്കിൽ UPS ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഒരു അപകടം അല്ലെങ്കിൽ അവിടെ ബാറ്ററി കത്തിയതായിരുന്നു പുകപടരാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് കാരണം. ഇന്ന് രോഗികൾ പാർത്തിരുന്ന ബ്ലോക്കിൽ അതേ സ്ഥലത്ത് ഇലക്ട്രിക്കൽ വയറിന് തീപിടിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സുഹൈൽ, നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇലക്ട്രിക്കൽ വയറിന് തീ പിടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ പുക അണയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പുക ഉണ്ടായില്ല, ചെറിയ രീതിയിലുള്ള പുക ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. പക്ഷേ മുന്നൊരുക്കം എന്നോണം അവിടെ ഉണ്ടായിരുന്ന രോഗികളെ ആ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന രോഗികളെ മുഴുവൻ തന്നെ അടിയന്തരമായി മറ്റിടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റി പുതിയ ബ്ലോക്കിൽ, അതായത് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ അതേ ബ്ലോക്കിലെ 6ാമത്തെ നിലയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഒരു പുക ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അത് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ടായി അങ്ങനെ വയറിൽ നിന്നും പുക ഉയർന്നു എന്നതാണ് രോഗികൾ നൽകിയിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഫയർഫോഴ്സ് ആളുകൾ എത്തുകയും ആ പുക അണയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ കോളേജ് പോലീസുമായി ബന്ധപ്പെടുമ്പോഴും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോഴും ലഭ്യമാവുന്ന വിവരം. അതേസമയം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ പുക ഉയരുന്നത് രോഗികളെ സംബന്ധിച്ചോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ബ്ലോക്കിലെ 6ാമത്തെ നിലയിൽ ഇത്തരത്തിൽ പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അത് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അതിന്റെ വയർ സർക്യൂട്ടായ ശേഷം അതിൽ നിന്നും പുക ഉണ്ടാവുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം. അതുടൻ തന്നെ അവിടുത്തെ അധികൃതർ എത്തുകയും ആ പുക അണയ്ക്കുകയുമായിരുന്നു. എന്താണെങ്കിലും രോഗികളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിന്റെ മറ്റ് ക്രമീകരണങ്ങൾ എന്താണെന്നുള്ളതിൽ അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ.